സ്വാമിജി നമസ്കാരം. ഈ ഒരു ഉത്സവത്തെ പറ്റി എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് അവിടുത്തെ നാരായണായ കേരളത്തിൻ്റെ ആധ്യാത്മിക സംസ്കൃതിയിലും സാമാജിക ചരിത്രത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടായിരുന്ന മഹാസംഗമമാണ് മഹാമാഘം. തിരുനാവായ മണപ്പുറത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നു വന്നിരുന്നത്. ഇതെല്ലാ വർഷവും മാഘമാസത്തിലാണ് നടക്കുക. മാഘമാസം ഒരു മാസക്കാലം പൂർണ്ണമായിട്ടുമാണ് ഈ പഴയകാലത്ത് നടന്നു വന്നിരുന്നത്. കേരളത്തിൻ്റെ ഭരണാധികാരികളുടെ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ ധാർമ്മികമായിട്ടുള്ള അക്കാഡമികമായിട്ടുള്ള പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് വിദ്വത് സഭ അംഗീകരിച്ചാലാണ് പ്രാമാണികമായി തീരാറുള്ളത്. യാഗങ്ങൾ, യജ്ഞങ്ങൾ, സന്യാസിമാരുടെ, സാധുസന്ത മഹാത്മാക്കളുടെയൊക്കെ സംഗമങ്ങൾ, സത്സംഗങ്ങൾ, ഇതെല്ലാം നടന്നു വന്നിരുന്ന ഭൂമിയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ 270ഓളം വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരത് നിർത്തലാക്കി. അപ്പം അത് ചെറിയ രീതിയിൽ പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ പല കാലത്ത് നടന്നു. 2016 തൊട്ട് തുടർച്ചയായിട്ടുള്ള ചില പൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നുണ്ട്. അതിന് പ്രയാഗ്രാജിലും ഈ തിരുനാവായയിലുമാണ് ഭാരതത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് മാഘം ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ അതിനെ ഈ യഥാർത്ഥത്തിലുള്ള മാഘമേളയുടെ ചിട്ടവട്ടങ്ങളിലേക്ക് ഒന്ന് ക്രമീകരിക്കുകയാണ് ഈ വർഷം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിള ആരതി, കാശിയിലെ ഗംഗ തന്നെയാണ് ഈ സമയത്ത് ഇവിടെ നിള എന്നുള്ളതാണ്. കാശിയിലെ ദശാശ്വമേധ ഘാട്ടിലെ പണ്ഡിറ്റുകൾ നിളാരതി ചെയ്യുന്നു. കേരളത്തിലെ സാമുദായിക ലിംഗഭേദമൊന്നുമില്ലാതെ എല്ലാ പരമ്പരകളിലെയും ആചാര്യന്മാർ അവരുടെ സമർപ്പണമായിട്ട് ഇവിടെ വന്ന് ഒന്നിച്ചു ചേർന്ന് ലോകകല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അർച്ചനകൾ ചെയ്യുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ നടന്നു പോവുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് പേരെത്തി സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ മണ്ണിൽ ധാർമ്മികതയെ കൂടുതൽ ആഴത്തിൽ ഉറപ്പിക്കുന്നതിന് വളരെ ശക്തമായിട്ടുള്ള ഒരു സംഗമമായിട്ട് ഈ മഹാമാഘം മാറുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും, കേരളത്തിൽ നിന്നും മാത്രമല്ല ഭാരതത്തിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് താങ്ക് യു സ്വാമി. താങ്ക് യു സോ മച്ച് സ്വാമി. ഒരു രണ്ടുവരി പാട്ട് എനിക്ക് അങ്ങയുടെ കൂടെ ഒരു രണ്ടുവരി പാട്ട് എനിക്ക് അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കണമെന്നുണ്ട്. ഒരു ശിവഭക്തി ഗാനമാണ്. അപ്പോൾ വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ, സമസ്താപരാധവും ക്ഷമിക്ക ദേവാ. വടക്കും നാഥ സർവം നടത്തും നാഥ, പരശുരാമനോടൊത്ത് രജതാദ്രി വിട്ടങ്ങ് പരശുരാമനോടൊത്ത് രജതാദ്രി വിട്ടങ്ങ് ആബന്ധൂരം പൊഴിയും നിൻ പ്രഭയാൽ ശിവഭൂമി അവമമാകും തെക്കൻ തൈലമായി എന്നും ശുഭമെങ്ങും വിളങ്ങിയും ശൈലമായി. വടക്കും നാഥ സർവം നടത്തും നാഥ. അപജയവും യുദ്ധവും കെടുതിയും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. ഉയർച്ചയുണ്ടാവണം, വളർച്ചയുണ്ടാവണം. അത്തരത്തിലുള്ള ഒരു ഭരണമാറ്റം പോലും നമ്മുടെ നാടുകളിൽ സംഭവിക്കണം. ആരെ എതിർക്കാറല്ല, ഈ നാടിന്റെ അസ്തിത്വമായ സനാതന ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഭരണസിരാ കേന്ദ്രങ്ങൾ ഉയർന്നു വരണം. എങ്കിലേ ഇന്ന് ഈ കാണുന്ന
നമ്മളുടെ സങ്കല്പ ശക്തി കൊണ്ട് ഒരു പരമ്പരയുടെ പരമ്പരയുടെ പിതൃപരമ്പരയുടെ നമ്മളുടെ ഒക്കെ തന്നെ ആ സങ്കല്പം കൊണ്ടും ഇച്ഛ കൊണ്ടും ഒക്കെ വഴിമാറി പോകുന്നതാണോ അതിന് എല്ലാവർക്കും സന്മനസ്സുണ്ടാവട്ടെ. വേദമന്ത്രങ്ങളെ കൊണ്ടും ധ്യാനാദികളെ കൊണ്ടുമുള്ള സ്നാനം നാളെ രാവിലെ 8:30 മണിക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഇന്നത്തെ പോലെ തന്നെ സ്നാനം ചെയ്യാവുന്നതാണ്. അല്ലാത്തവർ യജ്ഞത്തിൽ യാതൊരു ദേവതയെയാണോ ആവാഹിച്ചിട്ടുള്ളത് ആ ദേവതയുടെ ജ്ഞാനത്തിലേക്ക് വളരുവാനുമെല്ലാം വേണ്ടിയുള്ള ഒരു സാധനമാണ്, ഒരു സാധകമാണ്. അതുകൊണ്ട് യജ്ഞം പൂർണ്ണമായതിനു ശേഷം യജ്ഞദേവതയെ വലം വെച്ച് യജ്ഞപ്രസാദം കൈക്കൊണ്ട് വേണം എല്ലാവരും തിരിച്ചു പോകാൻ. അല്ല, തിരിച്ചു പോകാൻ അരതീണ്ടല്ലേ പോകുള്ളൂ. ഇത് ഏറ്റവും തപസ്സിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഋതം പോലും തപസ്സിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പാപമില്ലാതാകുന്നത് തപസ്സുകൊണ്ടാണെന്ന വേദവാക്യത്തെ ഓർമ്മിച്ചുകൊണ്ട് തപസ്സിന്റെ ഗൗരവം വീണ്ടെടുക്കുവാൻ തപോമൂർത്തികളായി തീരുവാനും അതിലൂടെ ധർമ്മത്തിന്റെ സംരക്ഷണം ഈ പരശുരാമന്റെ ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ ഭാരതപ്പുഴയിലേക്ക് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇവിടം വിട്ടുപോകുവാൻ. പക്ഷേ നമ്മുടെ ഈ ഭാരതപ്പുഴ തീരത്തേക്ക് ഇതേപോലുള്ള കുംഭമേള നമുക്ക് കാണാനും നമ്മുടെ മനസ്സ് നിറഞ്ഞു ഇത്രയും സ്വാമിമാരെ നമുക്ക് ആസ്വദിക്കാനും ഇത്രയും ഭക്തന്മാരെ നമുക്ക് കാണാനും നമുക്ക് ആ ഒരു പുണ്യം നമുക്ക് കിട്ടി. പൂർവികര് ചെയ്തിട്ടുള്ള ആ തപസ്സിന്റെ ഇത് നമ്മുടെ കേരളത്തിലേക്കും ഈ കുംഭമേള ഇനിയും നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. ഗായത്രി യജ്ഞം നടന്നു. ആണല്ലേ ചായ